വഖഫ് ഭേദഗതി ബിൽ പരിശോധിക്കുന്ന സംയുക്ത പാർലമെന്ററി സമിതിയുടെ അന്തിമ റിപ്പോർട്ട് പാർലമെന്റിന്റെ ബജറ്റ് സമ്മേളനത്തിൽ അവതരിപ്പിച്ചേക്കും. റിപ്പോർട്ടിന് അന്തിമ രൂപം നൽകുന്നതിന്റെ ഭാഗമായി ഇന്നും നാളെയും JPC യോഗം ചേർന്ന് ബില്ലിന്റെ വകുപ്പ് തിരിച്ചുള്ള പരിശോധന നടക്കും. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുന്നു. നന്ദഗോപൻ, നമുക്കറിയാം വഖഫ് ഭേദഗതി നിയമം അത് കാലത്തിന്റെ ആവശ്യമാണ്. നിലവിൽ വഖഫ് കയ്യേറ്റം കേരളത്തിലടക്കം പല സംസ്ഥാനങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നു. പാരമ്പര്യമായി ലഭിച്ച ഭൂമി പോലും വഖഫ് കയ്യേറുന്ന സാഹചര്യം. അതിൽ ആരാധനാലയങ്ങളുണ്ട്, അവരുടെ സ്വന്തം വീടുകളുണ്ട്, അവരുടെ കൃഷിഭൂമികളുണ്ട്. ഇതെല്ലാം വഖഫ് കയ്യേറുന്ന ഒരു നിയമവ്യവസ്ഥയാണ് നിലനിൽക്കുന്നത്. ഇതിന് ആവശ്യമായ ഭേദഗതി വരുത്തുന്ന ഒരു ബിൽ ബജറ്റ് സമ്മേളനത്തിൽ വരും എന്ന് തന്നെയാണോ കരുതേണ്ടത്, നന്ദഗോപൻ? വിനോദ്, 1995 വഖഫ് നിയമം അത് 2013 ഭേദഗതി ചെയ്തപ്പോൾ രാജ്യത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് മതവിഭാഗങ്ങളുടെ പോലും മൗലിക അവകാശങ്ങളെ കവർന്നെടുക്കുന്ന രീതിയിലുള്ള ഭേദഗതിയായിപ്പോയി, അല്ലെങ്കിൽ ആ നിയമമാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. അതായത് വിനോദ് സൂചിപ്പിച്ച പോലെ തന്നെ ഏതൊരു വസ്തുവകൾക്കുമേലും ഈ വഖഫിൻ്റെ അധികാരം ഉപയോഗിക്കുക, അല്ലെങ്കിൽ വഖഫ് ട്രൈബ്യൂണലിലൂടെ അത് നേടിയെടുക്കുക എന്നുള്ള അല്ലെങ്കിൽ അത്തരം നിയമങ്ങൾ, പ്രത്യേകിച്ച് ഈ വഖഫ് ഭേദഗതിയിലെ അല്ലെങ്കിൽ വഖഫ് നിയമത്തിലെ 44 നിയമങ്ങൾ അത് വലിയ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ അത് ഭേദഗതി ചെയ്യാൻ തീരുമാനിച്ചതും കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 8-ന് പാർലമെന്റിൽ ഈ ബില്ല് അവതരിപ്പിച്ചതും. എന്നാൽ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ കക്ഷികൾ ഇതിനെ നഖശികാന്തം എതിർക്കുകയായിരുന്നു. ഇത് മുസ്ലിം മതത്തിന് മേലുള്ള അല്ലെങ്കിൽ മുസ്ലിം മതവിഭാഗത്തിന് മേലുള്ള കേന്ദ്ര സർക്കാരിന്റെ കയ്യേറ്റമാണ് അല്ലെങ്കിൽ കടന്നുകയറ്റമാണ് എന്നുള്ളതായിരുന്നു പ്രധാനമായും പ്രതിപക്ഷം അടക്കം ആരോപിച്ചത്. ഇതേ തുടർന്നാണ് ഒരു സംയുക്ത പാർലമെന്ററി സമിതിക്ക് രൂപം നൽകുന്നത്. 31 അംഗ സമിതിയാണ് രൂപം നൽകിയത്. 21 പേർ ലോക്സഭയിൽ നിന്നും അതേപോലെ തന്നെ 10 പേർ രാജ്യസഭയിൽ നിന്നും, അങ്ങനെ 31 അംഗ ഒരു സമിതിക്ക് രൂപം നൽകുകയും ജഗദംബിക പാൽ MP, BJPയുടെ MP ആയ ജഗദംബിക പാലിനെ അതിനെ അധ്യക്ഷനായി നിയോഗിക്കുകയും ചെയ്തു. തുടർന്ന് ഈ കമ്മിറ്റി, സംയുക്ത പാർലമെന്ററി സമിതി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും യോഗം ചേർന്നു. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞു. അതേപോലെ തന്നെ വിവിധ മതസംഘടനകളുമായി ചർച്ചകൾ നടത്തി. അതേപോലെ തന്നെ സാമൂഹിക പരിഷ്കർത്താക്കൾ, അങ്ങനെ സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി. വിവിധ കമ്മിറ്റികൾ കൂടി, അതേപോലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെയും മതമേലധ്യക്ഷന്മാരുടെയും അടക്കം വിവിധ ഹൈന്ദവ സമുദായത്തിൻ്റെ ആയാലും ക്രിസ്തീയ വിഭാഗത്തിൻ്റെ ആയാലും മുസ്ലിം വിഭാഗത്തിൻ്റെ ആയാലും അഭിപ്രായങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് സ്വരൂപിച്ചു. ഇതിനെല്ലാം പുറമെ സാധാരണക്കാരായുള്ള ജനങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഈ ബില്ലിന്മേൽ അഭിപ്രായം പറയുവാനുള്ള അവസരം നൽകി. അത് ഇൻ്റർനെറ്റിലൂടെ അല്ലെങ്കിൽ ഇമെയിൽ വഴിയോ കത്ത് വഴിയോ ഏത് രീതിയിലാണെങ്കിലും അത്തരങ്ങൾ അഭിപ്രായങ്ങൾ പാർലമെൻറ്റിൻ്റെ ഈ സംയുക്ത സമിതിക്ക് മുന്നിൽ അറിയിക്കുവാനുള്ള സാഹചര്യമുണ്ടായി. അതിനെ മുതലെടുത്തുകൊണ്ട് മുസ്ലിം വിഭാഗം ഈ ഭേദഗതി ബില്ലിനെതിരായി ധാരാളം ഇമെയിൽ അയക്കുകയും അതിനുവേണ്ടി പ്രത്യേക ശില്പശാലകളടക്കം സംഘടിപ്പിക്കുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അതേസമയം BJPയും ഇതൊരു ക്യാമ്പയിനായി എടുത്തുകൊണ്ട് ഈ ബില്ലിനെ അനുകൂലിച്ച് ധാരാളം ഇമെയിൽ സന്ദേശങ്ങളും കത്തുകളും ഒക്കെ തന്നെ പാർലമെന്ററി സമിതിക്ക് മുന്നിലേക്ക് അയക്കുകയുണ്ടായി. ഏതായാലും ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ എല്ലാ വിഭാഗത്തെയും കേട്ടുകൊണ്ട് ഇതെല്ലാം ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു റിപ്പോർട്ടായിരിക്കും സമർപ്പിക്കുക എന്നുള്ളതാണ് ജഗദംബിക പാൽ, ഇതിൻ്റെ അധ്യക്ഷൻ, ഈ പാർലമെന്ററി സമിതിയുടെ അധ്യക്ഷൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത്. ഈ കഴിഞ്ഞ ശീതകാല സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കുവാൻ അല്ലെങ്കിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുവാനിരിക്കുകയാണ് പ്രതിപക്ഷം ഈ സമിതിയുടെ ഈ സംയുക്ത പാർലമെന്ററി JPCയുടെ കാലാവധി നീട്ടണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയും സ്പീക്കർ ഓം ബിർള അത് അംഗീകരിക്കുകയും ചെയ്തത്. തുടർന്ന് ഈ JPCയുടെ കാലാവധി നീട്ടി വീണ്ടും ഇത് സംബന്ധിച്ചിട്ടുള്ള പഠനങ്ങൾ, ക്യാമ്പുകൾ, ശില്പശാലകളൊക്കെ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും ഈ JPCയുടെ സംയുക്ത പാർലമെന്ററി സമിതി സംഘടിപ്പിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും അഭിപ്രായങ്ങൾ ആരാഞ്ഞു. അതിനുശേഷം ഇപ്പോൾ ഈ ബഡ്ജറ്റ് കാല സമ്മേളനത്തിൽ അവതരിപ്പിക്കുവാൻ, അതായത് 31-ാം തീയതി തുടങ്ങുന്ന ഈ 31 മുതൽ അതേപോലെ തന്നെ ഏപ്രിൽ 4 വരെ നീണ്ടു നിൽക്കുന്ന ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഈ ഒരു ബില്ല് അവതരിപ്പിക്കുവാൻ വേണ്ടി തയ്യാറെടുക്കുന്നത്. ഇതിന് മുന്നോടിയായിട്ടാണ് ഇന്നും നാളെയുമായി JPCയുടെ യോഗം ചേരുന്നത്. 31 അംഗ സമിതി യോഗം ചേരുന്നു. ആ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട അന്തിമ രൂപം നൽകുക, ഈ ബില്ലുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൻ്റെ അന്തിമ രൂപം നൽകുക എന്നുള്ളതാണ് പ്രധാനമായും ഇന്നത്തെ യോഗത്തിൻ്റെ ഉദ്ദേശം. അതിനുശേഷം ഇത് സ്പീക്കർക്ക് പാർലമെന്റിന് സമർപ്പിച്ചതിന് ശേഷമായിരിക്കും ഈ ബില്ല് ഈ ബഡ്ജറ്റ് സമ്മേളനത്തിൽ ഇന്ന് ഈ പാർലമെന്റിൽ വീണ്ടും അവതരിപ്പിക്കപ്പെടുക. വിനോദ്.
അതെ, വഖഫ് ഭേദഗതി നിയമം പാസ്സാക്കുന്നതിന് മുന്നോടിയായിട്ടാണ് JPCയുടെ യോഗം ചേരുന്നത്. അപ്പോൾ അത് തന്നെ, അപ്പോൾ വഖഫിൻ്റെ കയ്യേറ്റത്തിനെതിരെ പുതിയ ഭേദഗതിയിലൂടെ അതിനെ തടയാൻ കൃത്യമായ നിയമം പാർലമെൻറ്റിൽ ഈ ബജറ്റ് സമ്മേളനത്തിൽ തന്നെ കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയാണ് നമുക്കുള്ളത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും നന്ദഗോപൻ.